ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ സൈഡില്ലാത്ത തന്നിട്ടുണ്ട്. AD 5 ആണ്, BD 2.5, BC 12 സെൻറ്റിമീറ്റർ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് DE പാരലൽ ടു BC. DE പാരലൽ ടു BC. അങ്ങനെയാണെങ്കിൽ DE എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചിരിക്കണം. ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ തന്നെ വരയ്ക്കുകയാണ്. DE പാരലൽ ടു BC ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് സ്റ്റെപ്പൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ? കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഇങ്ങനെ രണ്ട് പാരലൽ ലൈൻ ഉണ്ട്. അതിനെ ഇതുപോലെ ഒരു ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. സ്റ്റെപ്പ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അതുപോലെ ഇവിടെ വരുന്ന ഈ ആംഗിളും ഇവിടെ വരുന്ന ഈ ആംഗിളും ഈക്വൽ ആണ്. അതായത് ഇവിടെയും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഇത് രണ്ടും. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ കാണുന്നുണ്ടോ? അത് രണ്ടിൻ്റെയും സൈഡ്സ് പ്രൊപ്പോർഷനിലാണ്. ഏതൊക്കെ ട്രയാങ്കിളാണ്? സൈഡല്ല, ആംഗിൾസ്. രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ട്രയാങ്കിൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ADE എന്ന് പറഞ്ഞ ട്രയാങ്കിളും ട്രയാങ്കിൾ ABCയും സിമിലർ ആണ്. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് സ്റ്റെപ്പ് കാണിക്കുന്നില്ല. എങ്ങനെ ADEയും ABCയും സിമിലറായി? കാരണം ADE എന്ന് പറഞ്ഞ ട്രയാങ്കിളുടെ ഈ ആംഗിളും ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളുടെ ഈ ആംഗിളും ഈക്വൽ ആണ്. അതുപോലെ ഈ ചെറിയ ട്രയാങ്കിളുടെ ആംഗിൾ Eയും ഈ വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾ Cയും സെയിം ആണ്. ബൈ AA സിമിലാരിറ്റി റൂൾ ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലർ ആണ്. അപ്പോൾ റേഷ്യോ എടുക്കാൻ പറ്റും അല്ലേ? AD ബൈ AB ശരിയല്ലേ? AD ബൈ AB. നമുക്ക് എല്ലാ റേഷ്യോസിൻ്റെ ആവശ്യം വരാൻ സാധ്യതയില്ല, എന്നാലും എഴുതി വെക്കാം. DE ബൈ BC അല്ലേ? DE ബൈ BC. നമുക്ക് അതിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും. അതുകൊണ്ട് അടുത്ത റേഷ്യോ എഴുതുന്നില്ല. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണലാണ്. AD ബൈ AB ഈക്വൽ ടു DE ബൈ BC. ഇങ്ങനെ എഴുതി. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. AD എന്താണെന്ന് നോക്കിയാൽ 5 ആണ്. AB എന്താണെന്ന് പറയാമോ? AB എന്ന് പറഞ്ഞാൽ 5 + 2.5 7.5. DE എന്താണ്? DE എന്താണെന്ന് അറിയില്ല, അതാണ് കാണേണ്ടത്. BCയോ? BC 12 ആണ്. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അതറിയാമല്ലോ. 7.5 ഇൻറ്റു DE. 7.5 ഇൻറ്റു DE ഈക്വൽ ടു 5 ഇൻറ്റു 12 60. ഇപ്പോൾ DE ഈക്വൽ ടു 60 ബൈ 7.5. ശരിയല്ലേ? ആ ഡിവിഷൻ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ 60 ഡിവൈഡ് ബൈ 7.5 ചെയ്തു വരുമ്പോൾ 8 കിട്ടും. 8 സെൻറ്റിമീറ്റർ ആണ് ആൻസർ.